നമസ്കാരം. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി RSSന്റെ ചാരനാണെന്നും അല്ലെങ്കിൽ RSSന്റെ ബന്ധുവാണെന്നും മുസ്ലിം വിരോധിയാണെന്നും പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുവാൻ ആർജവമുള്ള ഒരു നേതാവായി മാറിയിരിക്കുന്നു PV അൻവർ. CPM-നകത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് കയറി വന്ന PV അൻവർ പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ ഒരു നേതാവ് തന്നെയായിരുന്നു. പലപ്പോഴും പിണറായി വിജയൻ പല കാര്യങ്ങളും പറയുന്നതിന് വേണ്ടി ഉപയോഗിച്ച ടൂൾ തന്നെയായിരുന്നു PV അൻവർ. എന്നാൽ PV അൻവർ ഇപ്പോൾ പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 2 മാസക്കാലം മുമ്പ് തന്നെയാണ് PV അൻവർ പിണറായി വിജയൻ സർക്കാരിനെതിരെയും പിണറായി വിജയൻ സർക്കാരിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഇത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGP MR അജിത് കുമാറിനെയും മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു വരവായിരുന്നില്ല PV അൻവറിൻ്റേത് എന്നാണ് പിന്നീട് കേരളം തിരിച്ചറിഞ്ഞത്. പിണറായി വിജയൻ എന്ന നേതാവിനെ തന്നെയാണ് PV അൻവർ ഉന്നം വെച്ചത്. പിണറായി വിജയന്റെ മരുമകനെയാണ് ഉന്നം വെച്ചത്. പിണറായി വിജയന്റെ മകളെ തന്നെയാണ് ഉന്നം വെച്ചത്. ഇന്നിപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി PV അൻവർ നിരന്തരം ഓരോരോ യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 2 ദിവസം മുമ്പ് നിലമ്പൂർ ചന്തക്കുന്നിൽ ഒരു പൊതുയോഗം വിളിക്കുകയുണ്ടായി. ഒരു രാഷ്ട്രീയ കക്ഷികളുടെയും ആഹ്വാനമില്ലാതെ ഏതാണ്ട് 10,000-നോടടുത്ത ആളുകളാണ് PV അൻവറിനെ കേൾക്കുവാൻ കാണുവാൻ അവിടെ തടിച്ചുകൂടിയത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോടും ഉണ്ടായത്. മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തീർത്തും ജനകീയമായ പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഓരോ പൊതുപരിപാടികൾ സംഘടിപ്പിച്ച് ഈ പരിപാടികളിലൂടെ പിണറായി വിജയനെയും CPM-നെയും പൊതുമധ്യത്തിൽ താറടിച്ചു കാണിക്കുക, തുറന്നു കാണിക്കുക. സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ പോരാടുന്ന യഥാർത്ഥ പോരാളിയാണ് താൻ എന്ന ഒരു ചിത്രം, ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുവാൻ PV അൻവറിന് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ നേട്ടമായി തന്നെയാണ് പിണറായി വിജയന്റെ പ്രതിയോഗികൾ കാണുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏതാണ്ട് 1 മാസത്തിനോടകം തന്നെ PV അൻവറിന് കേരളത്തിൽ ഒരു വീര പരിവേഷമുണ്ടായിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, പിണറായി വിജയൻ എന്ന അപ്രമാദിത്വത്തോടുകൂടി വാഴുന്ന ഏക ഛത്രാധിപതിയായ, ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്ത, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നേതാവായി മാറിയ പിണറായി വിജയന്റെ നേരെ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല സഖാവെ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ ആർജവമുള്ള, തൻ്റെ ഇടമുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കുന്നു. അതാണ് PV അൻവർ എന്നാണ് PV അൻവറിന്റെ ആരാധകർ പലരും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് PV അൻവറിന് അനുകൂലമായി പോസ്റ്റിട്ട് കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ PV അൻവറാണ് കേരള രാഷ്ട്രീയത്തിലെ വീരപുരുഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ അവസരം കൃത്യമായി മുതലെടുത്തുകൊണ്ട് തന്നെയാണ് PV അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ തന്ത്രപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. CPM-നോട് എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ CPM-ന്റെ നയവൈകല്യങ്ങളെ എതിർത്തുകൊണ്ട് CPM-ൽ നിന്നും പുറത്തുപോയ നേതാക്കൾ നിരവധിയാണ്. PV അൻവറിനേക്കാൾ തലയെടുപ്പുള്ള, കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള നിരവധി നേതാക്കളാണ് CPM-ൽ നിന്നും പിരിഞ്ഞുപോയത്. MV രാഘവൻ അടക്കം, KR ഗൗരി അടക്കം ഒരു നീണ്ട നിര തന്നെ അക്കൂട്ടത്തിലുണ്ട്. പലരെയും പിണറായി വിജയൻ വെട്ടിയൊതുക്കിയെങ്കിലും ഇവരെല്ലാം സ്വമേധയ പാർട്ടിയിൽ നിന്നും പുറത്തുപോയി മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴൊന്നും തന്നെ CPM എന്ന പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ യാതൊരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. MV രാഘവന്റെയും KR ഗൗരിയമ്മയുടെയും രാഷ്ട്രീയ പശ്ചാത്തലമല്ല ഇന്ന് CPM-ലുള്ളത്, കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ PV അൻവറിനെ പോലുള്ള ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധനാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രഖ്യാപിത ശത്രുക്കളായ സംഘപരിവാർ ശക്തികളുമായി RSS-മായി തോളോട് തോൾ കൈചേർന്ന് നടക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്നുള്ളൊരു ചിത്രം കൂടി PV അൻവർ സമൂഹ മധ്യത്തിന് മുന്നിൽ വയ്ക്കുമ്പോൾ ഇതുവരെയും ഇടതുപക്ഷത്തിന് കണ്ണടച്ച് പിന്തുണ നൽകിയിരുന്ന മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം അൻവറിന്റെ പുറകെ പോയിരിക്കുന്നു എന്നുള്ളതാണ് പിണറായി വിജയനെയും CPM-നെയും അലോസരപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ എങ്ങനെയാണ് LDF ക്യാമ്പിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കുക എന്ന് തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്ന UDF-ന് PV അൻവറിലൂടെ കൈവന്നത് വലിയ നേട്ടം തന്നെയാണ്. അതുകൊണ്ട് UDF-കാരും മുസ്ലിം ലീഗുകാരും ഇപ്പോൾ PV അൻവറിനെ പരോക്ഷമായി പിന്തുണച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അഥവാ PV അൻവറിനെ പ്രത്യക്ഷമായി എതിർക്കുവാൻ ഇവരാരും തന്നെ മുന്നോട്ട് വരുന്നില്ല എന്നതുള്ളതാണ് ഏറെ വാസ്തവം. പിണറായി വിജയനെ RSSന്റെ ഏജന്റ് എന്ന് പറഞ്ഞു വെച്ചതിലൂടെ
മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് തനിക്ക് പരിപൂർണമായും ഉറപ്പിക്കുക, അല്ലെങ്കിൽ ആ വിഭാഗത്തിന്റെ പിന്തുണയോട് കൂടി തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മുഖം തുറക്കുക, പുതിയ രാഷ്ട്രീയ പോർമുഖം തുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പി വി അൻവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്, CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. CPM-ന് എൻ ബ്ലോക്കായി കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായി തന്നെ പി വി അൻവർ കൊണ്ടുപോയിരിക്കുന്നു, അല്ലെങ്കിൽ പിന്തുണ പി വി അൻവർ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ ഞെട്ടിവിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. KR ഗൗരിയും MV രാഘവനുമെല്ലാം പാർട്ടിയിൽ നിന്നും പുറത്തുപോയപ്പോൾ CPM-ന് യാതൊരു തരത്തിലും ക്ഷീണമുണ്ടായില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പടിയിറങ്ങുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ നാളുകളാണ് ഇനി വരുന്നത്. പി വി അൻവർ ഗ്രാമാന്തരങ്ങൾ തോറും ഓരോരോ നിയമസഭാ മണ്ഡലത്തിലും പിണറായി വിജയനും CPM-നും എതിരെയായി റാലികളോ പൊതുയോഗങ്ങളോ സംഘടിപ്പിക്കുവാൻ തന്നെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത് എന്നറിയുമ്പോൾ CPM-ന്റെ നില കൂടുതൽ വഷളായി തീരുകയാണ്. പിണറായി വിജയൻ കൂടുതൽ തലവേദനയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പി വി അൻവറിന് CPM-ന്റെ ഗുണ്ട പടയണികളിൽ നിന്നും ഭീഷണിയുണ്ട്, പി വി അൻവറിന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് തന്നെയാണ് പി വി അൻവർ പറയുന്നത്. എന്നാൽ ഇക്കാലയളവിൽ പിണറായി വിജയനും CPM സർക്കാരിനുമെതിരെ പി വി അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാലയളവിൽ പി വി അൻവറിന് ഏതെങ്കിലും തരത്തിലൊരു അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയനായിരിക്കും, CPM-നായിരിക്കും. അതുകൊണ്ട് തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നും പി വി അൻവറിന് യാതൊരു തരത്തിലുള്ള പോറലും ഏൽക്കാതെ സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യത കൂടി ഇപ്പോൾ പിണറായി വിജയന് വന്നു ഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഉള്ള പിന്തുണ കൂടി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. TP ചന്ദ്രശേഖരന്റെ അനുഭവം തീർച്ചയായും പിണറായി വിജയനും CPM-നും മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പി വി അൻവറിന് യാതൊരു തരത്തിലും അലോസരം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി, CPM-ൽ നിന്നും യാതൊരു തരത്തിലുള്ള അക്രമങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി പി വി അൻവർ പുതിയൊരു രാഷ്ട്രീയ പോർമുഖം തുറക്കുന്നു. ഈ രാഷ്ട്രീയ പോർമുഖം തുറക്കുന്നത് പിണറായി വിജയനെതിരെ തന്നെയാണ്. പിണറായി വിജയന്റെ പിൻഗാമി എന്ന് പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്ന പിണറായി വിജയന്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുക, പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ നേരെ നടക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ അവബോധമുണ്ടാക്കി പിണറായി വിജയനും കുടുംബവും കള്ളക്കൂട്ടരാണ് എന്നുള്ളത് വരുത്തി തീർക്കുവാനുള്ള ശ്രമം കൂടി പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിനിടയിലാണ് പിണറായി വിജയൻ ഒരു ദേശീയ ദിനപത്രത്തിന്, ഹിന്ദു ദിനപത്രത്തിന് ഒരു അഭിമുഖം കൊടുത്തു. കേരളത്തിൽ മലപ്പുറം കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കൂടുതൽ നടക്കുന്നത്. ഏതാണ്ട് 250 കിലോഗ്രാം സ്വർണ്ണം കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നു, 121 കോടിയുടെ ഹവാല ഇടപാട് നടന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, അത് അത്തരത്തിൽ നടക്കുന്ന ഇടപാടുകളിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക ലാഭം അത്രയും രാജ്യദ്രോഹത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ, അത് മലപ്പുറം ജില്ലയെ പ്രതിരോധത്തിൽ ആഴ്ത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു എന്നുകൂടി പി വി അൻവർ പൊതുയോഗങ്ങളിൽ എടുത്തു പറയുമ്പോൾ പിണറായി വിജയൻ തീർത്തും ദുർബലനാകുന്നു, കൂടുതൽ പ്രതിസന്ധിയിൽ ആഴ്ന്നു പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് രാഷ്ട്രീയപരമായും നിയമപരമായും പിണറായി വിജയന് ഏതെല്ലാം വിധത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമോ ആ വിധത്തിലെല്ലാം പ്രതിരോധിച്ച് താറടിച്ച് താഴെയിറക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് പി വി അൻവറിനുള്ളത്. ഒരു കാരണവശാലും പിണറായി വിജയന് പി വി അൻവറിനെ എതിർക്കാൻ സാധിക്കുന്നില്ല. അത് പി വി അൻവറിന്റെ ഭീമമായ സാമ്പത്തിക പിന്തുണയും അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പിന്തുണയും കണ്ടുകൊണ്ട് തന്നെയാണ്. എന്തായാലും പിണറായി വിജയനും CPM-ഉം അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു. CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന് തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ പറയുന്നത്. പി വി അൻവർ ഇനിയും ജൈത്രയാത്ര ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ CPM തകർന്നടിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് പി വി അൻവറിന്റെ ലക്ഷ്യവും.